അവിടെ ആരെ കാണരുതെന്ന് പ്രതീക്ഷിച്ചോ അവളുടെ മുന്നിൽ തന്നെ ചെന്ന് ചാടി. ആഹാ, അതാരാ അങ്ങനെ ഒരുത്തി? ഓ, എന്റെ ഏട്ടത്തിയുടെ ഒരു അനിയത്തിയില്ലേ, അവൾ ഈ കോളേജിലാണ് പഠിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പണ്ടാറടക്കം നേരെ ചെന്ന് അവളുടെ മുന്നിൽ തന്നെ ചാടി. അതിന്റെ കൂടെ റോബിൻ എന്നെ ഒരു കൂട്ടുകാരൻ ആ കോളേജിലെ ലെക്ചറാ. അതും ഞാൻ ഇന്നാ അറിഞ്ഞത്. അവന്റെ മുന്നിൽ വെച്ച് എന്റെ മാനവും പോയി. അതിനിപ്പോ എന്താ? എന്താണോ, അവൾ ഇപ്പൊ തന്നെ വിളിച്ച് ഏട്ടത്തിയോട് എന്നെ ഇവിടെ കണ്ട കാര്യം പറയും. ഓഫീസിൽ പോയി ഞാനെങ്ങനെ കോളേജിന്റെ മുന്നിലെത്തിയെന്ന് ഏട്ടത്തി ചോദിക്കും. എന്റെ ഇമേജും പോവും, ആകെ നാറ്റ കേസും ആവും. അതൊക്കെ സിമ്പിള് കാര്യമല്ലായിരുന്നോ? അന്നേരം തന്നെ അവളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞൂടായിരുന്നോ? ഏട്ടത്തിയോട് പറയരുതെന്നും പറഞ്ഞ്. അവള് പാവല്ലേ? അവളുടെ കാര്യം ഞാൻ പിടിക്കണം, ഇച്ചിരി പൊളിക്കും. എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഏട്ടത്തിയല്ലേ, ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കഥ ഉണ്ടാക്കി പറയണം. ആ, കഥയുണ്ടാക്കാൻ നിങ്ങൾ മഹാമെടുക്കനല്ലേ? അതെ, പിന്നെ എന്നെ തേടി ഇറങ്ങിയ ഇനി ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇപ്പോഴേ എന്നെ അങ്ങ് വിട്ടേക്ക്. അതാണ് തന്റെ ലക്ഷ്യം. എന്നെ എങ്ങനെങ്കിലും തന്നെ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് പിന്മാറ്റണം, അതല്ലേ? ഇനി എന്ത് വില കൊടുത്തും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ഇറ്റ്സ് മൈ ചാലഞ്ച്. നീയാണ് ഇങ്ങനെ സന്ദീപിനെ അലയാൻ വിടുന്നതെന്ന് അവന് മനസ്സിലാകുന്ന നിമിഷം നീ എന്ത് ചെയ്യും? നിർത്തിക്കൂടെ നിനക്ക് ഈ കുട്ടികളി? എന്താവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇത് നിർത്താൻ പറ്റുന്നില്ലടി. ഇതിങ്ങനെ വിട്ടാ ശരിയാവോ? ഇങ്ങനെ പോയാൽ എന്താകും അവസ്ഥ? ചേച്ചിയുടെ വാക്കിന് വിലയുണ്ടോ? അപ്പൊ പറയുന്നതല്ല ഇപ്പൊ പറയുന്നത്. നേരത്തിന് മാറ്റി പറയുന്നത് അവസാനിപ്പിക്കണം. എന്നിട്ടൊരു നിലപാട് പറ, അതിൽ ഉറച്ചു നിൽക്ക്. ഞാൻ എന്ത് തരാതരം പറഞ്ഞു എന്നാ നീ പറയുന്നത്? ചേച്ചിയല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ അർച്ചന തന്നെ തരണമെന്ന്? എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? അതെ, സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് അതിനർത്ഥം. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തെ. ആ പറഞ്ഞ നാവുകൊണ്ട് എന്നെ പറയുന്നു ഈ കണ്ട സ്വത്തുക്കളൊക്കെ എനിക്കും ചേച്ചിക്കും കൂടി ഉള്ളതാണെന്ന്. അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവാത്തത് ആരുടെ കുറ്റാ? ബുദ്ധിയുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും. ആലോചിക്കണം. അവന്തിക ആലോചിക്കാതെ ഒന്നും പറയില്ല. എന്നിട്ടാണ് അങ്കിൾ അവരുടെ കുഞ്ഞിനെ പറ്റി പറയുമ്പോ അതിന് താളടിക്കാൻ ജയിച്ച് നിൽക്കുന്നത്. എന്നിട്ട് എന്നെ നോക്കി ഗോഷ്ടി കാണിക്കും, വില്ലൻ ഭാവത്തിൽ മുഖം വെക്കും. ഇതൊക്കെയല്ല ചേച്ചി ചെയ്യുന്നത്. അല്ലാതെ പിന്നെ അവരുടെ കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോ ഞാൻ ഉടവാളെടുത്ത് തുള്ളാം. എന്താ, മതിയോ? ശക്കലം പോലും ബുദ്ധി കളിമൺ തലയില് ഇല്ലാതെ പോയല്ലോ എന്റെ അനിയത്തി. അവസാനം അർച്ചന നാലും വെച്ച് ഈ വേമ്പിളക്കുന്ന ചേച്ചി അവളുടെ പേരും എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ കഴിയുന്നത് ഞാൻ കാണേണ്ടി വരുമോ എന്റെ ഭഗവതി? അവിടെയാണ് നീ നിന്റെ ചേച്ചിയെ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ആവശ്യം ഒരു കുഞ്ഞിനെയാ. ഇപ്പൊ ഈ വീട്ടിൽ ഞാനും അർച്ചനയാ മരുമക്കൾ. അതിലെനിക്കേതായാലും ഇനി സാധ്യതയില്ല. അപ്പൊ പിന്നെ സാധ്യത ആർക്കാ? അവൾക്ക്. അതവിടെ നിക്കട്ടെ. നീ സന്ദീപിനെ കല്യാണം കഴിച്ച നിനക്കും ഈ തറവാട്ടിലെ കുഞ്ഞിന്റെ അമ്മയാവാം. അപ്പോ ആരാ ഇവിടുത്തെ സ്വത്തുക്കളുടെ അവകാശി? നിന്റെ കുഞ്ഞ്. ഓ, അങ്ങനെ ആ വഴിക്കാ ചേച്ചി ചിന്തിച്ചത്. അങ്ങനെ തന്നെ. അതിന് നീ മനസ്സ് വെക്കണം. സച്ചി അർച്ചനയും തമ്മിലുള്ള അടുപ്പം നിനക്കറിയാലോ. അതേത് സമയത്തും മുങ്ങുന്ന ഒരു കപ്പലായേ എനിക്ക് തോന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നീ എത്രയും വേഗം ഒരു കല്യാണപ്പന്തൽ ഒരുക്കാൻ നോക്കണം. അത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തുഴ ഞാൻ ഉണ്ടാക്കിത്തരാം. സ്വപ്നം മാത്രം കണ്ടാ പോരാ, അതിലേക്കെത്താനുള്ള എന്ത് മാർഗവും സ്വീകരിക്കണം. അതേത് വളഞ്ഞ വഴിയാണെങ്കിലും ചേച്ചി കൂടെ ഉണ്ടാവും.
അവളെല്ലാം ഏട്ടത്തെ വിളിച്ച് പറഞ്ഞു കാണൂ. സന്ദീപേ ഒന്നേ. ശ്ശോ, പറഞ്ഞു കാണും. ഇനി ഏട്ടത്തെ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവൾ ചോദിക്കാൻ പോകുന്നത്. എന്റെ പൊന്നെടുത്തി, ഞാൻ അതുവഴി നമ്മുടെ രവിപുരത്തെ സൈഡിലേക്ക് പോയപ്പോ എന്റെ ഒരു സുഹൃത്ത്, അവനും ഞാൻ കുറെ കാലം ഒന്നിച്ച് പഠിച്ചതാ. അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ അവൻ എന്നെ വിളിച്ചു. ഞാൻ അവന്റെ കൂടെ വെറുതെ ഒന്ന്. ഇന്ന് ഏത് സൈറ്റിൽ പോയെന്നാ പറഞ്ഞു? രവിപുരം, നമ്മുടെ വഴയില കഴിഞ്ഞ് ഇടത്തോട്ട്. തലയിൽ തൊപ്പിയില്ലായിരുന്നോ? എന്തിനാടുത്തി? അല്ല, ഒത്തിരി വെയിലും പോലെ തോന്നുന്നു. വന്നെന്ന് പിച്ചുമയും പറയുന്നു. ദാ, ഇതൊന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്നതാ. നിന്റെ പേരിലായിരുന്നു പോസ്റ്റ്. ഇപ്പൊ ചമ്മി പോയനെ. എന്തൊരു മണ്ടനാ ഞാൻ. വണ്ടി ഓടിക്കുമ്പോ ഫോണിൽ സംസാരിക്കാറുണ്ടോ? അതെന്താ എടുത്തി അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ വിളിച്ചപ്പോ ഒക്കെ എൻഗേജ്ഡാ. എന്താ മോനെ, വല്ല ചുറ്റിക്കളി മറ്റോ ഉണ്ടോ? എന്തായിട്ട് വെറുതെ ഇപ്പൊ തേങ്ങ. അപ്പൊ അവള് വിളിച്ച് ഏട്ടത്തിയോടൊന്നും പറഞ്ഞില്ല. അത്ര വലിയ കുഴപ്പക്കാരിയെല്ലാം തോന്നുന്നു. ഞാനെടുത്തപ്പോ താഴെ വീണതാ. എങ്ങനുണ്ട്? കൊള്ളാവോ? നല്ല സെലക്ഷൻ. സച്ചേട്ട് സെലക്ട് ചെയ്താണോ? അതെ. സൂപ്പർ ആയിട്ടുണ്ട്. അളവ് നോക്കാതെയാ ഞാൻ വാങ്ങിയത്. കൈവണ്ണം കറക്റ്റ് ആവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ഞാൻ കൂടി വന്ന് എടുത്തായിരുന്നെങ്കിൽ ഇത്രയും കറക്റ്റ് ആവില്ലായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ വർഷം അമ്മൂന് വേണ്ടി വാങ്ങിയ വളയാ. അമ്മൂന് അന്നിത് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ താനങ്ങനല്ല. ഞാൻ തന്നെ തേടി തന്റെ കോളേജിൽ വന്നിട്ട് താൻ മുങ്ങിയതല്ലേ? അതല്ലല്ലോ വാക്ക്. എന്റെ കോളേജിൽ വരുമെന്നല്ലോ വാക്ക്. എന്നെ കണ്ടുപിടിക്കുന്നില്ലേ വാക്ക്? അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതെങ്ങനാ? ഞാൻ കോളേജിലെത്തി തന്നെ 100 വിളി വിളിച്ചു. താൻ ഭയന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അതിന് ഞാനല്ലല്ലോ കാരണക്കാരൻ. കോളേജിൽ ഫോൺ അലൗഡ് അല്ല. കോളേജിൽ കയറിയ ഉടനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ പിന്നെ ഇറങ്ങുമ്പോഴേ ഓണാക്കും. അതുമല്ല, കോളേജ് വെച്ച് പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാനും പാടില്ല. പ്രിൻസിപ്പള് കണ്ട കുഴപ്പോ? ഓ പിന്നെ, ഞാൻ കണ്ട എല്ലാ പിള്ളേരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടവന്മാരൊക്കെ വായി നോക്കി നടക്കുന്നുണ്ട്. വെറുതെ തന്റെ ഇല്ലാത്ത ന്യായമൊന്നും പറയണ്ട. കഴിവില്ലാത്തവര് ആയുധത്തെ കുറ്റം പറയുന്ന പോലെ ഇയാളുടെ സംസാരം. എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ. എന്തിനാ വെറുതെ ഉരുണ്ടുകളി? ഒരു ദിവസം കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ. കിടക്കുവല്ലേ നീണ്ടു നിവർന്ന്. അത് ശരിയാ. വെറുതെ നീണ്ടു നിവർന്ന് കിടക്കാനേ നിങ്ങളെ കൊണ്ട് കൊള്ളും.
പെണ്ണുങ്ങളായാലേ വാക്കിന് വില വേണം. വെറുതെ ബെടായി അടിച്ച പോരാ. പെടായി ആണോ അല്ലോ എന്നൊക്കെ നമുക്ക് കാണാം. ഏതായാലും ഇനി ഞാൻ ക്യാമ്പസിലേക്കില്ല. അതെന്താ പേടിച്ചു പോയോ? ഓ, എന്റെ അമ്മോ, ഏട്ടത്തിയുടെ അനിയത്തി ഒരുത്തില്ലേ, അവളവിടെ ഉണ്ട്. ഇതൊക്കെ മോശമാട്ടോ. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവൾ ഇവളെന്നൊക്കെ വിളിക്കുന്നത്. ഈ അവക്ക് പേരില്ലേ? ഓ സോറി, എന്നാ പിന്നെ തമ്പുരാട്ടി നിങ്ങൾ വിളിച്ചാലോ? കാണാൻ തമ്പുരാട്ടെ പോലെ ഉണ്ടെങ്കിൽ വിളിക്കാലോ. എന്തേ, അത്ര ചന്തമില്ലെന്നുണ്ടോ കുട്ടീനെ കാണാൻ? കുറ്റം പറയാനില്ല, ബഹു കേമത്തിയാ, നാ വിശി കൂടുതലാ, അത്രേ ഉള്ളു കുഴപ്പം. പാവം, എന്നെ കോളേജിൽ കണ്ട കാര്യം ഏട്ടത്തിയോട് പറഞ്ഞിട്ടില്ല. ഏതായാലും തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ അവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നെങ്ങാനും കണ്ടുപിടിക്കോ എങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം അമ്മൂന് വേണ്ടി വാങ്ങിയ വളയാ. എന്തേ ഇന്നത് എനിക്ക് ഉറക്കം വരുന്നില്ലേ? എനിക്കും അതെ, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല, ഇന്ന് താൻ പഠിപ്പിച്ച ഒരു മന്ത്രങ്ങളും സൂത്രങ്ങളും ഫലിക്കുന്നില്ല. താനൊന്നും മിണ്ടാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. തന്നെ മൂഡ് ഓഫ് ആക്കിയത് ഞാനാ. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം ഞാൻ തന്നെ കാണാൻ പോവാ. താൻ എണീക്ക്. എണീക്കണം, നമുക്കൊരു ചായ കുടിക്കാം. ചായ ഞാനിട്ട് തരാം. നിക്ക്, താനിടുന്ന ചായ എനിക്കും വേണ്ട, തനിക്കും വേണ്ട. നമുക്ക് കൃഷ്ണൻകുട്ടി ചേട്ടൻ ചായ ഇട്ട് തരും. നല്ല ഒന്നാം തരം മസാല ചായ. വാ പോവാം. എവിടേക്ക്? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ചായക്കടയിലേക്ക്. ഇപ്പോഴോ? പിന്നെപ്പോഴാ? താൻ വാ. സച്ചേട്ടാ, അത് വേണ്ട, എനിക്ക് ചായയൊന്നും വേണ്ട. എന്നാലേ എനിക്ക് വേണം. എന്നാ സച്ചേട്ടൻ പോയിട്ടോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, അർച്ചനയും എന്റെ കൂടെ വരും. വരണം. സച്ചേട്ടാ, അത് നമ്മളിപ്പോ പുറത്തു പോയാ വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുമ്പോ എന്തു പറയും? ചായ കുടിക്കാൻ പോയിന്ന് പറയണം. എന്നാലും എല്ലാരും ഇപ്പൊ ഉറക്കമായി കാണും. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനെയും സന്ദീപിനെയും അവന്തികടത്തെയും എല്ലാരും ഉറക്കത്തെയും വിളിച്ചുണർത്തി കുടുംബത്തോടെ ഒരു ഘോഷയാത്രയായിട്ട് പോവാം, ഒരു ചായ കുടിക്കാൻ. എന്താ? ദേ, കൂടുതൽ സംസാരിച്ചു നിന്നാലേ കൃഷ്ണൻകുട്ടി ചേട്ടൻ കടയടിച്ചിട്ട് പോവും. വേഗം വാ, പോ. വണ്ടിയുടെ കീ. നമ്മളെ വണ്ടിയിലല്ല പോകുന്നേ. പിന്നെ അതൊക്കെ പറയാം. ആദ്യം നമ്മൾ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നു, റൂം പുറത്തുനിന്ന് പൂട്ടുന്നു. ആരും അറിയാതെ, ആരോടും പറയാതെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഒരു യമണ്ടൻ സാഹസിക യാത്ര. വാ.
ശബ്ദം ഉണ്ടാക്കല്ലേ, ആരും അറിയണ്ട. ഉം? വാ, വാ. ഉഫ്, ഇത് നോക്കിയിരിക്കുക. വാ. സച്ചേട്ടാ ചെരുപ്പിട്ടില്ല. ഓ, അതെ സച്ചേട്ടാ, സെക്യൂരിറ്റി ഇല്ലേ? ആ, ഞാൻ നോക്കട്ടെ. അയാള് സെക്യൂരിറ്റി റൂമിൽ കാണും. സെക്യൂരിറ്റി ഡ്യൂട്ടിയിലാ. നല്ല ഒന്നാന്തരമായി കൂർക്കം വലിച്ചുറങ്ങുക. കൂർക്കം വലിച്ചുറങ്ങുന്നോന്നോ? കൊള്ളാലോ, ഇതിനാണ് ശമ്പളം കൊടുക്കുന്നത്. വരട്ടെ, ഞാൻ പിന്നെ കൊടുത്തോളാം. കുഴി മടിയനാ, നല്ല പോലെ ഒന്ന് ഫയർ ചെയ്യണം. വേണ്ട സച്ചേട്ടാ, പാവല്ലേ, വിട്ടേക്ക്. ആ, എന്നാ താൻ വാ. എന്താ? കണ്ടില്ലേ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? റിമോട്ട് വേണം തുറക്കണമെങ്കിൽ. എവിടെയാ റിമോട്ട്? അത് സെക്യൂരിറ്റിയുടെ കയ്യിലാവും. എന്നാ വാ, നമുക്ക് ചോദിക്കാം. ആരോട്? സെക്യൂരിറ്റിയോട്. താൻ എന്ത് മണ്ടത്തരായി പറയുന്നേ? അതിനാണോ ആരും അറിയാൻ നമ്മൾ ഒളിച്ചു വന്നേ? ഷോ, ഞാനത് മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, ഒരു വഴിയുണ്ട്. എന്ത് വഴി? താൻ വാ. വാ. സച്ചേട്ടാ, എന്ത് ചെയ്യാൻ പോവാ? നമ്മള് മതില് ചാടിക്കിടക്കുന്നു. മതില് ചാടാനോ? നമ്മുടെ വീടിന്റെ മതില് നമ്മൾ എന്തിനാ ചാടുന്നേ? ഓഫ്, എന്നാ താൻ ചെന്ന് സെക്യൂരിറ്റി വിളിച്ചുണർത്തി കൊണ്ടുവന്ന് അയാളോട് ഗേറ്റ് തുറന്നു തരാൻ പറ. എന്നിട്ട് നീട്ടി ഒരു സല്യൂട്ടും കൂടെ അടിക്കാൻ പറ. ഉഫ്, കഷ്ടം തന്നെ. വേഗം കേറ്. സച്ചേട്ടൻ, ഞാൻ എങ്ങനെ ഇത് ആരെങ്കിലും കണ്ടാലോ? മര്യാദക്ക് കയറാൻ നോക്ക്. ആരും കാണാൻ പോകുന്നില്ല. അതെ, ഇങ്ങനെ മതിലൊക്കെ ചാടിപ്പോയി കുടിക്കുന്ന ചായയുടെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്നാലേ കുടിക്കുന്ന ചായക്ക് ഒരു ത്രില്ലുള്ളൂ. എന്നാലും ഇത്രയും വലിയ മതിൽ ഞാൻ എങ്ങനെ ചാടാനാ? അതിനെ പണ്ട് മതില് ചാടി ശീലിക്കണമായിരുന്നു. ഇങ്ങനൊരു വലിയ മതിൽ ചാട്ടക്കാരനോടെ മതിൽ ചാടേണ്ടി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശീലിക്കായിരുന്നു. ഓ, തമാശ. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടിക്കൊന്നും കുറവില്ല. താനൊരു കാര്യം ചെയ്യ്, ഞാനിവിടെ കുനിഞ്ഞിരിക്കാം. എന്റെ മുതുകിൽ ചവിട്ടി താൻ കയറണം. അത് കഴിഞ്ഞ് ഞാൻ കയറാം. കേറിക്കോ. ഈശ്വര ഭഗവാനെ, പൊറുക്കണേ. താൻ എന്ത് ചെയ്യാ? ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. ഉഫ്, എന്തിന്? പുറത്ത് ചവിട്ടി കയറണ്ടേ? ദോഷം അത്. ശ്ശേ, ഒന്ന് കേറുന്നുണ്ടോ? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കട അടച്ചു പോവും. കേറ്. രക്ഷപ്പെട്ടു. എന്റെ സച്ചേട്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടുന്ന.
ഇനി ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടൊന്നും ശരിയാവില്ല. താൻ വാ. ചെരുപ്പ്. വാ. ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല. അതിന് വീടിന് പുറത്തിറങ്ങാറില്ലല്ലോ. പുറത്ത് കൊണ്ടുപോകാത്തോണ്ടല്ലേ? ആ, അതുകൊണ്ടല്ലേ ഇപ്പൊ കൊണ്ടുവന്നത്. ശരി സാർ. രാത്രിയുടെ ഭംഗി അത് ഇറങ്ങി ആസ്വദിച്ചാലേ മനസ്സിലാവും, അല്ലേ അച്ചു?